രാധേ കൃഷ്ണ കഥാമൃതത്തിൽ നിന്ന് രാമായണ തത്വം അയോധ്യാകാന്ഡം തുടരുന്നു. അന്തഃപുരത്തിലേക്ക് ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ പോയ മന്ദര പരിഭ്രമത്തോടും ഉത്കണ്ഠയോടും കൂടിയാണ് മഹാരാജ്ഞിയുടെ മുമ്പിലെത്തിയത്. മന്ദരയുടെ സംഭ്രമാകുലമായ വരവും പെരുമാറ്റവും കൈകേയിയെ സംശയാകുലയാക്കി തീർത്തു. സംഗതി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ രാമചന്ദ്രന്റെ പട്ടാഭിഷേക വാർത്തയെ വളരെ ഭയപരിഭ്രമങ്ങളോടെ മന്ദര രാജ്ഞിയെ അറിയിച്ചു. പിതൃഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദിവസമായി ഒന്നും ആലോചിക്കാതെ ഉല്ലാസമായി കഴിഞ്ഞു വരുന്നതിനാൽ പൂർവ്വകഥകൾ കുറെയൊക്കെ മറന്ന നിലയിലായിരുന്നു കൈകേയിക്ക്. ശ്രീരാമചന്ദ്രൻ തന്റെ പുത്രനല്ലെങ്കിൽ കൂടി തന്റെ പുത്രനേക്കാൾ കൂടുതൽ മമതയും സ്നേഹവാത്സല്യങ്ങളും രാമനങ്കൽ ഉണ്ടതാനും. പ്രസ്തുത രണ്ട് കാരണങ്ങളെ കൊണ്ട് ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേക വാർത്ത കേട്ടതോടെ കൈകേയിക്ക് അസാധാരണ സന്തോഷമാണ് ഉണ്ടായത്. അതിന്റെ ഫലമായി വർത്തമാനം അറിയിക്കപ്പെട്ടപ്പോൾ സന്തോഷാതിരേകത്താൽ കൈകേയി മന്ദരയ്ക്ക് തന്റെ കണ്ടത്തിൽ നിന്ന് മുത്തുമാലയൂരി സമ്മാനം കൊടുക്കുകയാണ് ഉണ്ടായത്. അത് കണ്ടപ്പോൾ തന്നെ മന്ദരയ്ക്ക് ദേഷ്യം വന്നു. അനന്തരം രാജ്ഞിയെ കുറെ ഗുണദോഷിച്ച് പറഞ്ഞു. വൃദ്ധനായ രാജാവിനെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് പോന്നത് എന്തിനാണെന്നും തന്നെ കൂടി ഇങ്ങോട്ട് അയച്ചത് എന്തിനാണെന്നും പിതൃരാജ്യത്തിന്റെ സ്ഥിതി എന്താണെന്നുമൊക്കെ ഓർമ്മിപ്പിച്ചു മന്ദര. മാത്രമല്ല, പട്ടാഭിഷേകം കൂടെ കഴിഞ്ഞാൽ പിന്നത്തെ സ്ഥിതി എന്താണ്? ശ്രീരാമൻ രാജാവും സീത മഹാരാജ്ഞിയും കൗസല്യ രാജമാതാവുമായാൽ പിന്നത്തെ കഥ പറയാനുണ്ടോ? ഭരതൻ രാമന്റെ ഭൃത്യനോ അല്ലെങ്കിൽ തിരസ്കൃതനോ ആവും. കൈകേയിക്ക് ജീവിതാശയുണ്ടെങ്കിൽ കൗസല്യയുടെ ദാസിയുമാവാം. കേകേയ രാജ്യം മിഥില രാജാവ് പിടിച്ചടക്കുകയും ചെയ്യും. അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്തു വന്നാലും രാമന്റെ പട്ടാഭിഷേകം മുടക്കിയേ തീരൂ. മഹാരാജാവും കൗസല്യയും കൂടി വളരെ രഹസ്യമായി ആലോചിച്ച് തീർച്ചപ്പെടുത്തിയതായിരിക്കണം ഈ സംഗതി. അതാണ് ഭരതനെ പോലും കേകേയത്തേക്ക് അയച്ച് ആരുമില്ലാത്ത സന്ദർഭം നോക്കി പെട്ടെന്ന് പട്ടാഭിഷേകം നിശ്ചയിച്ചത്. അതിനാൽ എന്തു ചെയ്തും ഈ സംരംഭം തടഞ്ഞേ തീരൂ. എങ്ങനെയും ഇത് അനുവദിക്കാൻ വയ്യ. ഒരിക്കൽ തന്നെ ഒരു വലിയ ചതി പറ്റിക്കഴിഞ്ഞു, വിവാഹം. അതിലും വലിയ കൊടും ചതിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് തടയുക തന്നെ വേണം എന്നിങ്ങനെയുള്ള മന്ദരയുടെ വാക്ക് നല്ല കണക്കിൽ കൊണ്ടു. കൈകേയിക്കും അത് വളരെ ശരിയാണെന്നും മന്ദരയാണ് തന്റെ ഇഷ്ടബന്ധു എന്നും തോന്നി. അതിനാൽ രാജ്ഞിയും സംഗതി കുറെ ഗൗരവമായി കരുതി. അതിനാൽ എന്താണ് നിവൃത്തി എന്ന് അന്വേഷിച്ചു. മന്ദര തന്നെ അതിനുള്ള നിവൃത്തിയും പറഞ്ഞു കൊടുത്തു. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദശരഥ രാജാവ് ദേവന്മാരുടെ ഭാഗത്ത് ചേർന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് തേർചക്രത്തിന്റെ ആണി വീണുപോയി. ആ സമയത്ത് കൈകേയിയും രാജാവും ഒന്നിച്ച് തേരിലുണ്ടായിരുന്നു. വേഗത്തിൽ തേർ വീണു പോവാനോ യുദ്ധം നിർത്താനോ ഇടവരാതെ മഹാരാജാവ് അറിയാതെ തന്നെ കൈകേയി തന്റെ കൈവിരൽ ആണിയുടെ സ്ഥാനത്തിട്ട് യുദ്ധം കഴിയുന്നത് വരെ തേർ നടത്തി വന്നു. യുദ്ധം അവസാനിച്ച് മടങ്ങുമ്പോഴാണ് രാജാവ് ഈ അത്യാഹിത സംഭവത്തെ കുറിച്ച് അറിഞ്ഞത്. സന്തോഷഭാരത്തോടു കൂടി കൈകേയിയെ വളരെ അനുമോദിച്ചു. സമ്മാനമായി 2 വരങ്ങളും കൊടുത്തു. ഇഷ്ടമുള്ളത് എന്തായാലും സാധിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസ്തുത 2 വരങ്ങളെ ആവശ്യമുള്ളപ്പോൾ വരിച്ചോളാം എന്ന് പറഞ്ഞ് രാജാവിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്തത്. ഈ സംഗതി എന്നോ നടന്ന കഥയാണ്. എങ്കിലും മന്ദരയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ട്. അതിനെ പറഞ്ഞു കൊടുത്തു മന്ദര. ആ 2 വരങ്ങളും ഇപ്പോൾ വരിക്കണം. അതിൽ ഒന്നുകൊണ്ട് ഭരതനെ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കി വാഴിക്കലും മറ്റൊന്നുകൊണ്ട് ശ്രീരാമൻ മുനിവൃത്തിയോട് കൂടി 14 സംവത്സരം കാട്ടിൽ താമസിക്കലും. ഇങ്ങനെ 2 രൂപത്തിൽ വരിച്ചാൽ മതി. അത് ഇന്ന് തന്നെ കഴിയണം. പ്രഭാതത്തിൽ രാമൻ കാട്ടിലേക്ക് പോകണം. ഭരതൻ അഭിഷിക്തനുമാകണം. ഇതേ മാർഗമുള്ളൂ എന്ന് ഉപദേശിച്ചു കൊടുത്തു മന്ദര. കൈകേയിക്കും അത് ബോധ്യമായി. മന്ദരയെ അഭിനന്ദിച്ചു. രാജാവ് വരുമ്പോഴേക്കും വരം വരിക്കാൻ പറ്റുന്ന തോതിൽ വ്യസനത്തോടും ക്രോധത്തോടും കൂടി നിലത്ത് വീണ് ഉരുണ്ട് നിലവിളിച്ച് തയ്യാറായി കിടന്നു കൈകേയി. വൈകുന്നേരം രാജസഭയിലെ തിരക്കിട്ട ജോലികളൊക്കെ കഴിഞ്ഞ് മഹാരാജാവ് നിത്യകർമ്മവും അത്താഴവും കഴിച്ച് ബന്ധപ്പെട്ടുകൊണ്ടാണ് കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് യാത്രയായത്. എന്തെല്ലാമോ അസ്വാസ്ഥ്യങ്ങൾ രാജാവിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ മനസ്സ് കിടന്ന് പിടയ്ക്കുകയാണ്. തീരെ സമാധാനമില്ല. കൈകേയി വിവരമറിയുമ്പോൾ എന്തു പറയുമെന്ന ഭയം അദ്ദേഹത്തിൽ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമാണ്
പിറ്റേന്ന് പ്രഭാതത്തിൽ രാമചന്ദ്രന് പട്ടാഭിഷേകം വേണമെന്ന് തീർച്ചപ്പെടുത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലായിടത്തും അറിഞ്ഞു കഴിഞ്ഞു. പട്ടണം മുഴുവൻ ഉത്സാഹവും ബഹളവുമായിട്ടുണ്ട്. എങ്കിലും പ്രത്യേകം ആളെ അയച്ചിട്ടില്ലാത്തതിനാൽ കൈകേയിയുടെ അന്തഃപുരത്തിൽ അറിഞ്ഞിരിക്കാൻ കാരണമില്ല. താൻ തന്നെ വന്ന് അറിയിക്കാമെന്ന് വെച്ച് മഹാരാജാവ് കരുതിക്കൂട്ടി തന്നെ ആളെ അയക്കാതിരുന്നതാണ്. പ്രതികൂല അഭിപ്രായം ഉണ്ടെങ്കിൽ കൂടി രാത്രിയിൽ എന്തു ചെയ്യാനാണ്? പ്രഭാതത്തിൽ പട്ടാഭിഷേകം കഴിയുകയും ചെയ്യും. കാര്യം നടന്നതിന് ശേഷം എന്തു ചെയ്താലും വൈഷമ്യമില്ല. അതിനാൽ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ അഭിഷേകം കഴിയട്ടെ എന്നൊക്കെയായിരുന്നു മഹാരാജാവിന്റെ ആലോചന. എങ്കിലും കൈകേയിയെ ഭയമുണ്ട് താനും. അതാണ് നേരത്തെ അറിയിക്കാതിരിക്കാൻ കാരണം. തീർച്ചപ്പെടുത്തി കഴിഞ്ഞ ഉടനെ കൗസല്യയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിഘ്നങ്ങളൊന്നും കൂടാതെ അഭിഷേകം മംഗളപരമായി കഴിയാൻ വേണ്ടി അപ്പോൾ തന്നെ കൗസല്യാദേവി പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയാണ്. രാജാവ് കൗസല്യയോ ശ്രീരാമചന്ദ്രനെയോ കാണാൻ നിൽക്കാതെ ബന്ധപ്പെട്ടുകൊണ്ട് കൈകേയിയുടെ അന്തഃപുരത്തിലേക്കാണ് യാത്രയായത്. മന്ദരയെ രാജാവിന് ഓർമ്മയുണ്ട്. എങ്കിലും ഈ വിഷമഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു വിചാരം. ഇങ്ങനെ ഒരു കടുംകൈ പ്രയോഗിച്ച് ഒരു നിമിഷം കൊണ്ട് സാഹസപ്പെട്ട ഈ പ്രയത്നത്തെ മുഴുവൻ മന്ദര തുരങ്കം വെച്ച് പാളിക്കുമെന്ന് രാജാവ് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ എന്തെല്ലാം പ്രാതികൂല്യങ്ങൾ പിന്നീടുണ്ടായാലും തൽക്കാലം വിജയം കൈവന്ന ഒരു ഭാവം രാജാവിനുണ്ടായിരുന്നു. പതിവായി തന്റെ വരവിനെയും പ്രതീക്ഷിച്ചു നിൽക്കാറുള്ള രാജ്ഞിയെ അന്തഃപുരത്തിൽ താൻ എത്തിയിട്ടും കാണാതിരുന്നപ്പോൾ രാജാവിന് ആകെപ്പാടെ പരിഭ്രമമായി. എന്തു പറ്റിയെന്ന ശങ്ക രാജാവിനെ അസ്വസ്ഥനാക്കി. ദാസിമാരോട് അന്വേഷിച്ചു മഹാരാജ്ഞി എവിടെയാണെന്ന്. ക്രോധവ്യസന പരവശയായി നിത്യകൃത്യങ്ങൾ പോലും ചെയ്യാതെ നിലത്ത് കിടന്ന് ഉരുണ്ട് നിലവിളിക്കുന്നു എന്നാണവർ ഭയാശങ്കകളോടെ രാജാവിനെ അറിയിച്ചത്. ആശങ്കയും പരിഭ്രമവും ഒന്നുകൂടി വർദ്ധിച്ചു മഹാരാജാവിന്. തന്റെ പരിഭ്രമത്തെ വെളിപ്പെടുത്താതെ ധൈര്യം അവലംബിച്ച് രാജ്ഞിയുടെ അടുക്കിലേക്ക് നീങ്ങി മധുരമധുരങ്ങളും ശീതളങ്ങളുമായ സാന്ത്വന വാക്കുകളെ കൊണ്ട് രാജ്ഞിയെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. പണം വിടർത്തി ചീറ്റുന്ന പാമ്പ് പോലെ ഭയങ്കരിയായി തീർന്ന കൈകേയിയുണ്ടോ അതൊക്കെ കണ്ട് സമാധാനിക്കുന്നു. അവൾ എന്തു പറഞ്ഞാലും അടങ്ങാതെയും സമാധാനിക്കാതെയും ഉറക്കെ പൊട്ടിക്കരഞ്ഞും നിലത്ത് കിടന്നുരുണ്ടും മാറത്തടിച്ചും രാജാവിനെ പരുഷമായി നോക്കിയും കുളത്തിനെ ആനയെന്ന പോലെ ദശരഥന്റെ മനസ്സിനെ കലക്കി മറിച്ചു. അദ്ദേഹം അത്യന്ത പരിഭ്രാന്തനായി എന്തു ചെയ്യേണ്ടുവെന്നറിയാതെ വിഷമിച്ചു. എന്തു കാരണത്താലാണ് ഈ ഭാവപകർച്ചയെന്ന് അറിയാൻ തന്നെ കഴിഞ്ഞില്ല. പലപാട് ചോദിച്ചിട്ടും പല പ്രതിജ്ഞകളും ചെയ്തിട്ടും രാജാവിനോട് സംസാരിച്ചില്ല കൈകേയി. അവസാനം വളരെ പ്രതിജ്ഞകളൊക്കെ ചെയ്തും താണുകേണ അപേക്ഷിച്ചും രാജാവ് ഒരുവിധം മഹാരാജ്ഞിയെ പ്രീതിപ്പെടുത്തിയതിന്റെ ഫലമായാണ് ഒടുവിൽ കൈകേയി സംസാരിച്ചത്. പണ്ട് തനിക്ക് ദാനം ചെയ്തതും രാജാവിൽ തന്നെ സൂക്ഷിച്ചിരിപ്പുള്ളതുമായ 2 വരങ്ങൾ തരാത്തത് കൊണ്ടാണ് ഈ വിഷമഭാവമെന്നാണ് രാജ്ഞിയുടെ ആവലാതിയുടെ ചുരുക്കം. അത് കേട്ടപ്പോൾ ദശരഥന് കുറെ സമാധാനമായി. എന്തെങ്കിലും വല്ലതും ആവശ്യമുണ്ടാവും. അത് വേഗത്തിൽ സാധിക്കാനുള്ള തന്ത്രമാണ് ഈ വാശി എന്നേ കരുതിയുള്ളൂ. അതിനാൽ പണ്ടത്തെ 2 വരപ്രതിജ്ഞകൾ ഇപ്പോൾ തന്നെ സാധിപ്പിച്ചു കൊടുക്കാം. എന്താണ് വേണ്ടതെന്ന് പറയേണ്ട താമസമേ ഉള്ളൂ എന്നായി രാജാവ്. ഈ പ്രതിജ്ഞ കൂടി കേട്ടപ്പോൾ കൈകേയിക്ക് തികച്ചും ധൈര്യമായി. കരച്ചിലൊക്കെ പോയി. ഗൗരവത്തോടെ മഹാരാജാവിന്റെ മുഖത്ത് നോക്കി. എന്നാൽ അതിൽ ഒരു വരം കൊണ്ട് ഇപ്പോൾ ഒരുക്കിയ അഭിഷേക സംഭാരങ്ങളെ കൊണ്ട് തന്റെ പുത്രനായ ഭരതനെ രാജാവാക്കി അഭിഷേകം ചെയ്യിക്കുകയും 2ാമത്തേത് കൊണ്ട് ശ്രീരാമചന്ദ്രൻ മുനിവൃത്തിയായി 14 കൊല്ലം കാട്ടിൽ താമസിക്കുകയുമാണ് വേണ്ടതെന്ന് വളരെ ധൈര്യത്തോടും ഗൗരവത്തോടും പറഞ്ഞവസാനിപ്പിച്ചു കൈകേയി. ചെവിയിൽ വജ്രായുധം തറച്ച പോലെ രാജാവ് കൈകേയിയുടെ വാക്കുകൾ മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് തന്നെ മൂർച്ഛിച്ചു വീണു. വീണ്ടും ബോധമുണ്ടായപ്പോൾ ഭ്രാന്തൻ എന്ന പോലെ നിലത്ത് കിടന്നുരുണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ കൈകേയിക്ക് അല്പം പോലും അനുകമ്പയോ സഹതാപമോ തോന്നിയില്ല. പലപാട് രാജാവ് കൈകേയിയോട് താണുകയാണ് അപേക്ഷിച്ചു ഈ പ്രതിജ്ഞയൊന്നു മാറ്റാൻ. പക്ഷെ കൈകേയി അല്പം പോലും അലിവ് കണ്ടില്ല. രാജാവ് പരവശനായി. തന്റെ എല്ലാ ആഗ്രഹങ്ങളും തകർന്നു. മാത്രമല്ല പ്രാണതുല്യനായ രാമചന്ദ്രനെ പോലും വിട്ടുപിരിയണമെന്നാണ് വന്നിരിക്കുന്നത്. പലതും പറഞ്ഞ് നിലവിളിച്ചും ഭ്രാന്തന്റെ മാതിരി വീണുരുണ്ടും വ്യസനഭാരത്താൽ തളർന്ന് വിവശനായി
കൈകേയിയോട് പലപാട് അപേക്ഷിച്ചും ഫലമില്ലാതെ നിരാശനായും നിലവിളിച്ചുകൊണ്ട് തന്നെ നേരം പ്രഭാതമാക്കി. അപ്പോഴും കൈകേയി ഗൗരവത്തിൽ രാജാവിനെ നോക്കിയിരിക്കലും രാജാവ് കിടന്ന് നിലവിളിക്കലും തന്നെ. പ്രഭാതത്തിൽ അഭിഷേകത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് മന്ത്രിമാരും സാമന്തന്മാരും പൗരപ്രധാനികളും മഹാരാജാവിന്റെ വരവും നോക്കി നിൽക്കുകയാണ്. സമയം അതിക്രമിച്ചിട്ടും രാജാവിനെ കാണാനില്ല. എല്ലാവരും പരിഭ്രാന്തരായി. അവസാനം സുമന്ത്രൻ തന്നെ മഹാരാജാവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു. മന്ത്രി കൈകേയിയുടെ അന്തഃപുരത്തിൽ കടന്നു ചെന്നു. മഹാരാജാവ് എന്താണ് പുറത്തു വരാത്തതെന്ന് രാജ്ഞിയോട് തന്നെ ചോദിച്ചു. രാത്രിയിലെ ഉറക്കമിളപ്പും രാമനെ വിട്ടുപിരിയേണ്ടി വരുമല്ലോ എന്ന ഭയവും മൂലം രാജാവ് അസ്വസ്ഥനായിരിക്കുകയാണ്. അതിനാൽ വേഗം രാമനെ കൊണ്ടുവരൂ, എന്നാൽ കാര്യങ്ങളൊക്കെ ശരിപ്പെടുമെന്ന് പറഞ്ഞു. സുമന്ത്രന് പൂർവാധികം പരിഭ്രമമായി. രാജകീയങ്ങളായ എല്ലാ കാര്യങ്ങളുടെയും ചരട് വലിക്കുന്ന ആളാണല്ലോ മന്ത്രിമുഖ്യനായ സുമന്ത്രൻ. കൈകേയിയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ എന്തോ തകരാറുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അത് എത്രത്തോളം ഉണ്ടെന്നും ഏത് രൂപത്തിലാണെന്നും മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. പരിഭ്രാന്തനായ സുമന്ത്രൻ വേഗത്തിൽ രാമചന്ദ്രനെയും കൂട്ടിക്കൊണ്ട് അന്തഃപുരത്തിലെത്തി. ശ്രീരാമചന്ദ്രൻ ഭയപരിഭ്രമങ്ങളോടെ പിതാവിനെയും കൈകേയി മാതാവിനെയും നമസ്കരിച്ചു. രാമഭദ്രനെ കണ്ടപ്പോഴേക്കും രാജാവ് വ്യസനാക്രാന്തനായി ഉറക്കെ വാവിട്ട് നിലവിളിക്കുകയും പലതും പുലമ്പുകയും ചെയ്തു. കാര്യമൊന്നും മനസ്സിലാവാതെ ശ്രീരാമചന്ദ്രൻ കൈകേയിയോട് വർത്തമാനം എന്താണെന്നും മഹാരാജാവ് എന്തിനാണ് വ്യസനിക്കുന്നതെന്നും അന്വേഷിച്ചു. രാജാവിന്റെ വ്യസനത്തിന് കാരണം നീ തന്നെയാണെന്ന് ആരംഭിച്ച കൈകേയി കാര്യമെല്ലാം പറഞ്ഞു. കാര്യം അറിഞ്ഞതോടെ ഭഗവാൻ അച്ഛനെ സമാധാനിപ്പിക്കാൻ പരിശ്രമിച്ചു തുടങ്ങി. കാട്ടിലേക്ക് പോകുന്നത് തനിക്ക് ഏറ്റവും സന്തോഷമാണെന്നും അച്ഛന്റെ സത്യത്തെ പരിപാലിക്കാൻ വേണ്ടി കാട്ടിൽ പോയി 14 കൊല്ലം കഴിച്ചു കൂട്ടുകയെന്നത് മഹത്തായ അനുഗ്രഹമാണെന്നും മറ്റും പറഞ്ഞു. ഏതായാലും ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോവാൻ സന്നദ്ധനായി. അമ്മയോടും സീതാദേവിയോടും യാത്ര പറഞ്ഞ് ഉടനെ വരാമെന്നും പറഞ്ഞ് വേഗത്തിൽ കൗസല്യദേവിയുടെ അന്തഃപുരത്തിലേക്ക് യാത്രയായി. തലേ ദിവസം വൈകുന്നേരം ഭഗവാന്റെ പട്ടാഭിഷേക വാർത്ത കേട്ട മുതൽക്ക് തന്നെ അതിന്റെ നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി കൗസല്യാദേവി ദേവീ പ്രാർത്ഥന ആരംഭിച്ചതാണ്. നേരം പുലർന്നത് തന്നെ അറിഞ്ഞിട്ടില്ല. ഭക്തിപരവശിയായി ചിത്തം മുഴുവൻ മംഗളസ്വരൂപിണിയായ ദേവിയിൽ തന്നെ മുഴുക്കിയിരിക്കുകയാണ്. അതിനാൽ ശ്രീരാമചന്ദ്രൻ മുന്നിൽ വന്നു നിന്നതുപോലും കണ്ടില്ല. സമീപത്തുണ്ടായിരുന്ന സുമിത്ര പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഉടനെ കൺമിഴിച്ച് വാത്സല്യാതിരേകത്താൽ പുത്രനെ ആലിംഗനം ചെയ്യാൻ ഓടി വന്നു. ഭഗവാൻ കൗസല്യാദേവിയോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ഇടിവെട്ടിയ മരം പോലെ ദേവി സ്തബ്ധയായി. ഏതായാലും സമാധാന വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ച് ലക്ഷ്മണനെയും സീതാദേവിയെയും കൂട്ടി തയ്യാറായി വീണ്ടും അന്തഃപുരത്തിൽ വന്ന് രാജകീയ വേഷങ്ങളെയും ചിഹ്നങ്ങളെയും മുഴുവൻ പരിത്യജിച്ച് കൈകേയി കൊടുത്ത മരവുരിയും ധരിച്ച് ശ്രീരാമൻ കാട്ടിലേക്ക് യാത്രയായി. പ്രപഞ്ചാനുഭവങ്ങളുടെയും ലോകവ്യവഹാരത്തെയുമാണ് ഇവിടെ കാട്ടിലേക്കുള്ള പോക്കും വനവാസവുമായി ഉപന്യസിച്ചിരിക്കുന്നത്. ജീവൻ ജ്ഞാനസമ്പന്നനായാലും പ്രാരാബ്ധം വിടുന്നില്ല, അനുഭവിച്ചു തന്നെ തീരേണ്ടിയിരിക്കുന്നു. പ്രാരാബ്ധത്തിനെയാണ് കൈകേയിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. ജന്മാന്തര വാസനകളാണ് പ്രാരാബ്ധത്തിന് അടിസ്ഥാനം. അതാണ് മന്ദര. മന്ദരയിൽ കൂടിയാണ് കൈകേയി വികസിക്കുന്നത്. കൈകേയിയുടെ അഭിപ്രായങ്ങൾക്ക് രൂപം കൊടുത്തതും അവയെ പ്രബലങ്ങളാക്കിയതും മന്ദരയാണ്. വാസനയാണ് പ്രാരാബ്ധ കർമ്മങ്ങളെ രൂപം കൊടുത്ത് അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് കൊണ്ടുവന്ന് പ്രബലമാക്കി തീർക്കുന്നത്. ബ്രഹ്മവിദ്യയായ സീതാദേവിയെ വരിച്ചിട്ടും കാട്ടിലേക്ക് പോവേണ്ടി വന്നത് ജ്ഞാനമുണ്ടായാലും പ്രാരാബ്ധം അനുഭവിച്ചു തന്നെ തീരണമെന്നതിന്റെ സൂചനയാണ്. കൗസല്യയെയും സുമിത്രയെയും ഭയപ്പെടേണ്ടതില്ലെന്നും കൈകേയിയാണ് ഭയമെന്നും ആദ്യം പറഞ്ഞുവല്ലോ. ജ്ഞാനമുണ്ടായാൽ സഞ്ചിതാഗന്ധുക്കളായ കർമ്മത്തിന്റെ 2 ഘടകങ്ങളെ ജയിക്കാം. എന്നാലും പ്രാരാബ്ധം അനുഭവിച്ചു തന്നെ തീരണമെന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ജ്ഞാനം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരധർമ്മങ്ങൾ മാനിക്കപ്പെടാൻ പോകുന്നില്ല. ശരീരധർമ്മങ്ങളുടെ അവഗണനം കൊണ്ട് ശരീരം തന്നെ തപിക്കാൻ തുടങ്ങും. ക്രമേണ ശരീരാഭിമാനം തന്നെ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതായി തീരും. അതാണ് ദശരഥ രാജാവിന്റെ അഭീഷ്ടം നിറവേറാതാവുകയും അദ്ദേഹം തപിക്കാനും ക്ഷയിക്കാനും ഒക്കെ ഇടയാവുന്നതും. ശരീരത്തെയാണല്ലോ ദശരഥനായി ചിത്രീകരിച്ചിരിക്കുന്നത്. രാമനും സീതയും യോജിച്ച് ദൃഢപ്പെട്ടപ്പോൾ ദശരഥൻ തപിക്കാൻ തുടങ്ങി.
ജീവൻ ജ്ഞാനസമ്പന്നനായാൽ ശരീരധർമ്മങ്ങൾ നിരസിക്കപ്പെടുമെന്നർത്ഥം. ഭരതശത്രുഘ്നന്മാർ കേകയത്തിലാണ്. പ്രാജ്ഞരീയ ഭാവങ്ങൾ പ്രാരാബ്ധത്തിൽ മറയപ്പെട്ടു. രാമലക്ഷ്മണന്മാർ കാട്ടിലേക്കും പോയി. വിശ്വദൈസന്മാർ പ്രാരാബ്ധാനുഭവങ്ങളിൽ മുഴുകുകയും ചെയ്തു. എങ്കിലും ബ്രഹ്മവിദ്യയും ജ്ഞാനാനുഭൂതിയുമുള്ളതിനാൽ പ്രാരാബ്ധാനുഭവങ്ങൾ ക്ലേശകരങ്ങളാവുന്നില്ല. സീത ഒരുമിച്ചുണ്ടായിരുന്നതിനാൽ കാട്ടിലും ദുഃഖമില്ലെന്ന് ശ്രീരാമൻ തന്നെ പറഞ്ഞുവല്ലോ. ശൃംഗിവേരപുരം എന്ന ഗ്രാമത്തിൽ മുക്കുവന്മാരുടെ അധിപതിയായി ഗുഹൻ എന്നൊരു ഗ്രാമനാഥനുണ്ട്. ഗംഗാതീരത്താണ് പ്രസ്തുത ഗ്രാമം. കാട്ടിലേക്ക് പോവാൻ പുറപ്പെട്ട പിറ്റേ ദിവസം വൈകുന്നേരം അവിടെയാണ് ശ്രീരാമനും സംഘവും എത്തിച്ചേരുന്നത്. പുറപ്പെട്ട ദിവസം വൈകുന്നേരം ഒരു നദിക്കരയിൽ വിശ്രമിച്ച പ്രഭാതത്തിനു മുൻപ് തന്നെ അനുയാത്ര ചെയ്തവരെയൊക്കെ ശ്രീരാമൻ സുമന്ത്രനെയും മടക്കി അയച്ചു. സീതാലക്ഷ്മണന്മാരെ മാത്രം ഒരുമിച്ച് കൂട്ടി പുഴ കടന്നുപോയി. അന്ന് വൈകുന്നേരം ശൃംഗിവേരപുരത്താണ് എത്തി താമസിക്കുന്നത്. വർത്തമാനമറിഞ്ഞ ഗുഹൻ പല സൽക്കാരങ്ങളും ചെയ്യാനൊരുങ്ങിയെങ്കിലും ഭഗവാൻ ഒന്നും സ്വീകരിച്ചില്ല. എല്ലാം നിരസിക്കുകയാണ് ഉണ്ടായത്. ജ്ഞാനഗംഗയുടെ അപ്പുറത്താണ് സംസാരവനം. ജ്ഞാന പദവിയിൽ നിന്ന് സംസാരക്കാട്ടിലേക്ക് കടത്തിവിടുന്ന ആളാണ് ഗുഹൻ. വാസന കൊണ്ടാണ് ജീവൻ സംസാരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അതിനാൽ വാസന തന്നെ ഗുഹൻ. ജ്ഞാനമുണ്ടായാൽ കർമ്മവാസനകളും സംസാര വ്യാപാരം ഉണ്ടായാൽ കൂടി അവയിൽ രമിക്കില്ല. ഗംഗ കടന്ന ദിവസം ഭരദ്വാജ ആശ്രമത്തിലാണ് ഭഗവാനും സീതാലക്ഷ്മണന്മാരും താമസിക്കുന്നത്. ഭരദ്വാജ മഹർഷി വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് സൽക്കരിച്ചു. മുനിവൃത്തിക്ക് ഉചിതമായി ഫലമൂലങ്ങളെ ഭക്ഷിച്ച് മഹർഷിയുമായി പല നല്ല കാര്യങ്ങളെയും പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ താമസിക്കുകയും ചെയ്തു. ദശരഥന്റെ അരുത് അരുത് എന്ന നിഷേധവാക്യങ്ങൾ കേൾക്കാത്ത ഭാവത്തിൽ സുമന്ത്രൻ അതിവേഗത്തിൽ തേരോടിച്ചു കൊണ്ടുപോയപ്പോൾ തന്നെ ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ട് വീണു കഴിഞ്ഞു. വളരെയൊക്കെ ശുശ്രൂഷിച്ചതിന്റെ ഫലമായി കുറെ കഴിഞ്ഞപ്പോൾ ബോധമുണ്ടായെങ്കിലും അത് മൂർച്ചയേക്കാൾ ആപൽക്കരമായാണ് തോന്നിയത്. അദ്ദേഹം ഉറക്കെ നിലവിളിച്ചും നിലത്ത് കിടന്നുരണ്ടും പല പ്രാകൃതങ്ങളും കാണിക്കാൻ തുടങ്ങി. അനന്തരം മഹാരാജാവിന്റെ തന്നെ നിർദ്ദേശപ്രകാരം ഭൃത്യന്മാർ അദ്ദേഹത്തെ കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. തന്റെ പുത്രനെ കാട്ടിലേക്ക് അയച്ചുവല്ലോ എന്ന കൗസല്യയുടെ മുള്ളുവാക്കുകൾ അദ്ദേഹത്തിന്റെ ആശ്വാസത്തെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. സമാധാനത്തിന് വേണ്ടുന്ന പല ചര്യകളും പലരും ചെയ്തു നോക്കി. പക്ഷെ അതൊന്നും വേണ്ടത്ര സഫലമായില്ല. വ്യസനഭാരം താങ്ങാൻ കഴിയാതെയായി. വാർദ്ധക്യദശയിൽ താങ്ങാൻ കഴിയാത്ത ഈ വ്യസനഭാരം കൊണ്ട് മഹാരാജാവിന്റെ ജീവിതം അവസാനിച്ചേക്കുമോ എന്ന് പോലും സംശയമായി. അത്രമാത്രം മഹാരാജാവിന്റെ അസ്വസ്ഥത നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടേ വരുന്നു. ആഹാര നിദ്രകളും മറ്റു ശരീരധർമ്മങ്ങളുമെല്ലാം കേവലം വിസ്മൃതങ്ങളായെന്ന് പോലും പറയണം. ഹാ രാമ, ഹാ ലക്ഷ്മണ, ഹാ സീത എന്നിങ്ങനെ എപ്പോഴും വിളിച്ചും നിലവിളിച്ചും നിലത്ത് കിടന്നുരുണ്ടും പലതും പറഞ്ഞ് പുലമ്പിയും ഏതാണ്ടൊരു ഭ്രാന്തന്റെ നില കൈവന്നു രാജാവിന്. അങ്ങനെ ഓരോ നിമിഷവും മരണത്തിന്റെ അടുക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു.